ലൂസിഫർ മൂവി ഇറങ്ങിയതിനു ശേഷമാണ് ഇലുമിനാറ്റി എന്നുള്ള പേര് നമ്മൾ കൂടുതലായി കേൾക്കാൻ തുടങ്ങിയത്. ശരിക്കും ഇലുമിനാറ്റി എന്നൊരു ഗ്രൂപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ശരിക്കും ആരാണ് ഇലുമിനാറ്റി? പണ്ട് ഇലുമിനാറ്റി എന്ന പേരിൽ ഒരുപാട് കേട്ടിരുന്നത്, അല്ലെങ്കിൽ പല ഓൺലൈൻ ഫോറംസിലൊക്കെ ഉണ്ടായിരുന്നത് രണ്ട് പേരുകളാണ് മെയിനായിട്ട്. റോത്ത് ചൈൽഡും അതുപോലെ റോക്ക് ഫെല്ലർ. അവർ വർഷങ്ങൾക്ക് മുമ്പേ മുൻനിരയിൽ നിന്ന രണ്ട് ബിസിനസ് ഗ്രൂപ്പുകളാണ്. ഒരെണ്ണം അമേരിക്കയിലുള്ളതും ഒരെണ്ണം ജർമ്മനിയിലുള്ളതും. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കമ്പനികളും അത്ര ഇമ്പോർട്ടൻസ് ഉള്ള കമ്പനികളല്ല. അപ്പോൾ ശരിക്കും ആരാണ് ഇലുമിനാറ്റി? അപ്പോൾ ഇലുമിനാറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു വിളിപ്പേരാണ്. ശരിക്കും അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു ഗ്രൂപ്പിനെ മാത്രം നമുക്ക് ഇലുമിനാറ്റി എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് തലമുറകളായിട്ട് കൈമാറി പോകുന്ന ഒരു വ്യവസ്ഥയാണെന്ന് പറയാൻ പറ്റില്ല. ആര് വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നോ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഏതു ദിശയിൽ പോകണം, അല്ലെങ്കിൽ ഏതൊക്കെ ടെക്നോളജീസ് മുൻനിരയിലേക്ക് വരണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് ഇലുമിനാറ്റി എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടം അനുസരിച്ച് സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യം പറഞ്ഞ പേരുകളായ റോത്ത് ചൈൽഡിനോ അല്ലെങ്കിൽ റോക്ക് ഫെല്ലർ ഫാമിലിക്കൊന്നും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അധികം സ്വാധീനം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ടെക്നോളജി യുഗത്തിലാണ്. അപ്പോൾ ഇന്ന് ടെക്നോളജി യുഗത്തിൽ ഏറ്റവും പവർഫുള്ളായ ആൾക്കാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പവർഫുൾ മെൻ എന്ന് പറയുന്നത്, ഇന്ന് ലോകത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ടെക്നോളജി കമ്പനികളെ നയിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇലുമിനാറ്റി എന്നൊരു പദം നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായത് ടെക്നോളജി കമ്പനികൾ നയിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് ഇന്ന് ഇലുമിനാറ്റി എന്ന് ശരിക്കും വിളിക്കാൻ പറ്റുന്നത്. കുറച്ച് കമ്പനികളാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ലോകം ഏത് ദിശയിൽ പോകണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ കമ്പനികൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കമ്പനികൾ തന്നെയാണ്. ഗൂഗിളിൻ്റെ പേരന്റ് കമ്പനിയായ ആൽഫബറ്റ്, അതുപോലെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഉൾപ്പെട്ട മേറ്റ, മൈക്രോസോഫ്റ്റ്, ആപ്പിള്, അതുപോലെ തന്നെ കാറിൻ്റെ ഒരു സെക്ഷനിലേക്ക് വന്ന ടെസ്ല, അതുപോലെ ഷോപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ആമസോൺ. ഇങ്ങനെ കുറച്ച് കമ്പനികളാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്, പല രീതിയിലും നിയന്ത്രിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന എല്ലാ ടെക്നോളജീസും ഈ കമ്പനികളുടെ ഏതെങ്കിലും ഒരു ഇതിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ കമ്പനികൾക്ക് എല്ലാം ചിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാൽകോമും അതുപോലെ എൻവിഡിയ, അങ്ങനത്തെ കമ്പനികൾ. അപ്പോൾ ഇത്തരം കുറച്ച് കമ്പനികളാണ് ലോകത്തെ ഏത് ദിശയിൽ പോകണം എന്ന് തീരുമാനിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ടെക്നോളജി വേൾഡിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാണണം, നമ്മൾ എന്ത് ഷോപ്പ് ചെയ്യണം, എങ്ങനെ ഷോപ്പ് ചെയ്യണം, നമ്മൾ എന്തൊക്കെ വിശ്വസിക്കണം, നമ്മൾ എന്തൊക്കെ വിശ്വസിക്കരുത്, നമ്മൾ ആരെയൊക്കെ ഇഷ്ടപ്പെടണം, ആരെയൊക്കെ ഇഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ രീതിയിലും നമ്മുടെ ചിന്താശേഷിയെ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളതാണ് ഇത്തരം കമ്പനികളെല്ലാം. സ്മാർട്ട് ഫോൺ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മെയിൻ ഭാഗമായതിനു ശേഷമാണ് ഈ ടെക്നോളജി കമ്പനികൾക്ക് ഇത്രയും അധികം സ്വാധീനം വന്നത്. അതിൽ പ്രത്യേകിച്ച് ഗൂഗിളിനും ആപ്പിളിനും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പൊക്കെ ഓൺ ചെയ്യുന്ന മേറ്റയ്ക്കുമാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണുകളൊക്കെ എപ്പോഴും ഡേറ്റ നമ്മളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഫോൺ നമ്മുടെ പോക്കറ്റിൽ കിടക്കണ ആ ഒരു ടൈമിൽ പോലും നമ്മൾ സംസാരിക്കുന്നത് എല്ലാം റെക്കോർഡിംഗ് ആണ്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത്, അപ്പോൾ എൻ്റെ ഫോൺ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്നുണ്ട്, അപ്പോൾ അതും റെക്കോർഡിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എവിടെ പോകുന്നു, നമ്മൾ എന്ത് ഷോപ്പ് ചെയ്യുന്നു, നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു, നമ്മൾ ആരൊക്കെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്താണ്, റിലീജിയസ് ഐഡിയോളജി എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്മാർട്ട് ഫോണിന് അറിയാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും പോലും അറിയാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ സ്മാർട്ട് ഫോണിന് അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറത്ത് പറയാത്ത പല രഹസ്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ പല ബിഹേവിയറും എല്ലാം സ്മാർട്ട് ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്തിട്ടാണ് നമ്മൾ പലതും സെർച്ച് ചെയ്യുന്നതും, അല്ലെങ്കിൽ പല കണ്ടൻറ്റുകളും കൺസ്യൂം ചെയ്യുന്നതെല്ലാം. ഇതൊക്കെ വേറെ ആരും അറിഞ്ഞെങ്കിൽ പോലും സ്മാർട്ട് ഫോൺ അറിയാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ തൊട്ട് പ്രൊഫഷണൽ കാര്യങ്ങൾ തൊട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിലാണ് സ്റ്റോർ ചെയ്തേക്കണേ. സ്മാർട്ട് ഫോൺ ഡേറ്റയിലുണ്ട്. അപ്പോൾ ഇത് വച്ചിട്ട് ഇവർക്ക് ഒരുപാട് കാര്യങ്ങളെ സ്വാധീനം ചെലുത്താൻ പറ്റും. നമ്മൾ എന്ത് കാണണം, നമ്മൾ എന്ത് വിശ്വസിക്കണം, നമ്മൾ എന്ത് കാണരുത്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ കമ്പനികൾക്ക് നമ്മുടെ മേലിൽ സ്വാധീനം ചെലുത്താൻ പറ്റും. അപ്പോൾ ഈ കമ്പനികളാണ് ഇന്നത്തെ ഒരു വേൾഡ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് വർക്ക് ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് വർക്ക് ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് വർക്ക് ചെയ്താലാണ് കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുക,
തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതിൽ ഈ കമ്പനികൾക്കൊക്കെ വളരെ ഒരു സ്വാധീനമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഒരു ഗവൺമെൻറ്റിനേക്കാളും കൂടുതൽ സ്വാധീനം അല്ലെങ്കിൽ നമ്മുടെ മേലൊരു കൺട്രോൾ ഉള്ളത് ഇതേപോലെ ഗൂഗിളിനും ആപ്പിളിനും മേറ്റയ്ക്കൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കമ്പനികളുടെയൊക്കെ തലപ്പത്ത് ഇരിക്കുന്നവരും ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് ഇലുമിനാറ്റി എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഗൂഗിളിനും ആപ്പിളിനും മേറ്റയ്ക്കൊക്കെ എന്തോരം സ്വാധീനം നമ്മുടെ മേലെ ഉണ്ട് എന്നുള്ളതിന് 2-3 എക്സാമ്പിളും കൂടെ പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പുതിയ കാർ മേടിക്കാനായിട്ട് തീരുമാനിച്ചേക്കാണ്. നമ്മുടെ മനസ്സിൽ ഈ ആശയമുണ്ട്, പക്ഷെ നമ്മൾ ഇത് വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ചെയ്യുക? നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് കാറിൻ്റെ അതിനെ പറ്റിയിട്ട് സ്റ്റഡിയൊക്കെ നടത്തും, അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കും. അതുപോലെ ചിലപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഇതിൻ്റെ പ്രൈസ് കമ്പാരിസൺ, അതിൻ്റെ ടെക്നോളജിക്കൽ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷെ നമ്മൾ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി പോലും നമ്മൾ ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല നമുക്ക് ഇങ്ങനൊരു ഐഡിയ ഉണ്ടെന്ന്. പക്ഷെ നമ്മുടെ ഈ സെർച്ച് ഹിസ്റ്ററിയും നമ്മുടെ ബിഹേവിയറും നമ്മുടെ യൂട്യൂബിൽ നമ്മൾ വാച്ച് ചെയ്യുന്ന കണ്ടൻറ്റും അങ്ങനെ എല്ലാം വെച്ച് കമ്പനികൾക്കൊക്കെ ഇത് നേരത്തെ അറിയാൻ പറ്റും. ആപ്പിളും ഗൂഗിളും മേറ്റയൊക്കെ നേരത്തെ അറിയും ഇന്ന ആൾ ഇന്ന കാറ് മേടിക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്നുള്ള കാര്യം അറിയും. അതുപോലെ തന്നെ അവർക്കത് ഒന്നും കൂടി എൻഷുർ ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോക്കുന്ന ആളുടെ സാമ്പത്തിക സ്ഥിതിയും കൂടെ ഈ കമ്പനികൾക്കൊക്കെ അറിയാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ അങ്ങനെ കാര്യങ്ങളെല്ലാം അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവഴി ക്രെഡിറ്റ് സ്കോർ ഇയാൾക്ക് ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും, ഇയാൾക്ക് ലോൺ കിട്ടുമോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇയാളുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് അറിയാനായിട്ട് ഇയാളുടെ ഒരു പർച്ചേസിങ് ഹിസ്റ്ററി അവർക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് അറിയാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡിൽ എന്തോരം ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ കമ്പനികൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ കാറ് മേടിക്കാനായിട്ട് നോക്കുന്ന ആളുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തുക്കളൊക്കെ അറിയണേക്കാളും മുമ്പ് തന്നെ ഗൂഗിളും ആപ്പിളും മേറ്റയൊക്കെ ഇതിനെപ്പറ്റി അറിയും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു രഹസ്യ ബന്ധമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് അയാൾ ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷേ അയാൾ അത് ചാറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്നുണ്ട് രഹസ്യമായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അത് വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും ഈ കമ്പനികളൊക്കെ അത് അറിയും. അതുപോലെ തന്നെ പല ആൾക്കാരും പുറമേട്ട് പറയണതായിരിക്കില്ല അവരുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ ചിലപ്പോൾ പുറമേട്ട് പറഞ്ഞത് അവർ ഏത്തിയസ്റ്റ് ആണെന്നായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ബിലീവർ ആണെന്നായിരിക്കും പറയണം. പക്ഷേ ആക്ച്വലി ചിലപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അത് ചിലപ്പോൾ ഈ കമ്പനികൾക്ക് അറിയാൻ പറ്റും ഫോണിലെ ഡേറ്റ വെച്ചിട്ട്, അത് പുറത്താർക്കും അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഐഡിയോളജി ചിലപ്പോൾ പല ആൾക്കാരുടെയും പുറത്ത് പറയുന്നതായിരിക്കില്ല, അവരുടെ ശരിക്കുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജി വേറെ ആയിരിക്കും. അത് വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും ഈ കമ്പനികൾക്കൊക്കെ അറിയാൻ പറ്റും. ഇതൊക്കെ വളരെ ചെറിയ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇപ്പം ഇങ്ങനത്തെ ചെറിയ എക്സാമ്പിൾ തൊട്ട് നമ്മുടെ പല രാഷ്ട്രത്തിൻ്റെയും പല രാജ്യത്തിൻ്റെയും തലവന്മാരുടെ വരെ ഡേറ്റാസ് എടുത്തിട്ട് ഇത്തരം കമ്പനികളും അല്ലെങ്കിൽ അമേരിക്കയൊക്കെ പല നെഗോസിയേഷനും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കമ്പനികളിലൊക്കെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ കമ്പനികളെല്ലാം ബ്ലാക്ക് റോക്കിനും വാൻഗാർഡിനും ഷെയർ ഉണ്ട്. അപ്പോൾ ഈ കമ്പനികളുടെ എല്ലാത്തിൻ്റെയും മെയിൻ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ കൺട്രോളിങ് സ്റ്റേക്ക് ഉള്ളത് ബ്ലാക്ക് റോക്കിനും വാൻഗാർഡിനുമാണ്. പക്ഷേ നിങ്ങൾ വാൻഗാർഡ് എന്നുള്ള പേര് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ബ്ലാക്ക് റോക്ക് എന്നുള്ള പേര് നിങ്ങൾ പല യൂട്യൂബ് വീഡിയോസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇവരാണ് ഇലുമിനാറ്റി ലോകത്തെ കൺട്രോൾ ചെയ്യാൻ അങ്ങനെ പറഞ്ഞുള്ള പല വീഡിയോസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇതിൽ കുറച്ചും കൂടി ഡേറ്റ് വെച്ചിട്ടാണ് പറയുന്നത്, എത്ര പെർസെൻറ്റേജ് ഷെയർ കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളത് വെച്ചിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാൻഗാർഡിൻ്റെ നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ ഒരു മെയിൻ ഇൻവെസ്റ്റർ ബ്ലാക്ക് റോക്ക് ആണ്. അതുപോലെ തന്നെ ബ്ലാക്ക് റോക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ വാൻഗാർഡിനും ഷെയർ ഉണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ മൊത്തത്തിൽ ഒരു ഒറ്റ ഗ്രൂപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞാൽ ലോകത്തിലെ ടോപ്പ് ടെക്നോളജി കമ്പനീസിലൊക്കെ ബ്ലാക്ക് റോക്കിനും വാൻഗാർഡിനും എത്ര പെർസെൻറ്റേജ് ഷെയർസ് വെച്ച് ഉണ്ടെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമുക്ക് ആ ലിസ്റ്റിലേക്ക് കിടക്കാം. ആപ്പിളിൽ ബ്ലാക്ക് റോക്കിൻ്റെ ഷെയർ പെർസെൻറ്റേജ് 6.22 ആണ്. അത് വാൻഗാർഡിന് 7.65 ആണ്. അങ്ങനെ രണ്ട് കമ്പനികളോടും കൂട്ടി 13.87% ഷെയർസ് ഉണ്ട്. അപ്പോൾ ഈ ആപ്പിൾ പോലത്തെ ലോകത്തിലെ ഏറ്റവും വാല്യുവേഷൻ ഉള്ള കമ്പനിയിൽ, അത് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനിയാണ്, അതിൽ 14% ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺട്രോളിങ് സ്റ്റേക്കാണ്. അപ്പോൾ ഇവരായിരിക്കും ആപ്പിളിൻ്റെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ. മൈക്രോസോഫ്റ്റിൽ ബ്ലാക്ക് റോക്കിന് 7.15% ഷെയർസ് ഉണ്ട്. വാൻഗാർഡിന് 8.12% ഷെയർസ് ഉണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് 15.27% ഷെയർസാണ് രണ്ട് കമ്പനികളും കൂടെ ഉള്ളത്. അപ്പോൾ ഈ രണ്ട് കമ്പനികളും കൂടി മൈക്രോസോഫ്റ്റിൻ്റെ 15% മുകളിൽ ഷെയറാണ് ഹോൾഡ് ചെയ്യുന്നത്. അതൊരു കൺട്രോളിങ് സ്റ്റേക്കാണ്. അടുത്തതായിട്ട് ഗൂഗിളിൻ്റെ പേരന്റ് കമ്പനിയായ ആൽഫബറ്റിൽ രണ്ട് കമ്പനിക്കും കൂടി ഷെയർസ് ആയിട്ടുള്ളത്, ജോയിൻറ്റ് ഷെയർസ് ആയിട്ടുള്ളത്
12.35% ഷെയർസാണ്, അതും കൺട്രോളിംഗ് സ്റ്റേക്കാണ്. മേറ്റയിൽ ഈ രണ്ട് കമ്പനികളും കൂടി 14.46% ഷെയർസ് ഉണ്ട്, അതും ഒരു കൺട്രോളിംഗ് സ്റ്റേക്കാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എൻവിഡിയ എന്ന് പറഞ്ഞ കമ്പനിയാണ്. എൻവിഡിയയെ പറ്റി ചിലപ്പോൾ അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. ഇന്നത്തെ ഒരു ടെക്നോളജി റെവല്യൂഷനിൽ, പ്രത്യേകിച്ച് AI-യുടെ ഒക്കെ ഒരു റെവല്യൂഷനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് എൻവിഡിയ. ആ എൻവിഡിയയുടെ 12.21% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത് ബ്ലാക്ക് റോക്കും വാൻഗാർഡും കൂടിയാണ്. അടുത്ത് നോക്കാൻ പോകുന്നത് ആമസോണാണ്. ആമസോണിൻ്റെ 12.30% ഷെയർസാണ് ഈ രണ്ട് കമ്പനിയും കൂടെ ഓൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻ്റൽ എല്ലാവർക്കും പരിചയമുള്ള കമ്പനി ആയിരിക്കും, നമ്മുടെ ലാപ്ടോപ്പിലും എല്ലായിടത്തും കാണുന്നതാണ്. അവരും ചിപ്പ് മാനുഫാക്ചറിങ്ങിലെ മുൻനിരയിലുള്ള കമ്പനിയാണ്. ഇൻ്റലിൻ്റെ 10.65% ഷെയർസാണ് വാൻഗാർഡും ബ്ലാക്ക് റോക്കും കൂടി ഓൺ ചെയ്യുന്നത്, അതും കൺട്രോളിംഗ് സ്റ്റേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ടോപ്പ് കമ്പനികളിലൊക്കെ ബ്ലാക്ക് റോക്കിനും വാൻഗാർഡിനും ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ കൺട്രോളിംഗ് സ്റ്റേക്ക് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഇവരെ കൂടാതെ തന്നെ വേറെയും പ്രശസ്തരായ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമുകൾക്ക് ഈ ആപ്പിളിലും ഗൂഗിളിലും മേറ്റയിലൊക്കെ ഷെയർസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളത് സ്റ്റേറ്റ് കോർപ്പറേഷൻ, അമേരിക്കൻ ബാങ്ക്, JP മോർഗൻ, ഗോൾഡ്മാൻ സാഷ്, അങ്ങനെ പല കമ്പനികൾക്കും ഈ ടെക്നോളജി കമ്പനികളൊക്കെ ഷെയർ ഉണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമുകളിലൊക്കെ ബ്ലാക്ക് റോക്കിനും വാൻഗാർഡിനും മെജോറിറ്റി ഷെയർ ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് റോക്കും വാൻഗാർഡും ഈ ആപ്പിളിലും ഗൂഗിളിലും മേറ്റയിലൊക്കെ ഡയറക്റ്റ് ഷെയർ ഹോൾഡ് ചെയ്യണം. കൂടാതെ തന്നെ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമുകളുണ്ടല്ലോ, ഈ ആപ്പിളിലും ഗൂഗിളിലൊക്കെ ഷെയറുള്ള ആ കമ്പനിയിലും ഈ വാൻഗാർഡിനും ബ്ലാക്ക് റോക്കിനും ഷെയർ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഡയറക്റ്റായിട്ടും ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റായിട്ട് വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ വഴിയും ഈ കമ്പനികളിലൊക്കെ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഈ കമ്പനികളിലൊക്കെ ഒരു കൺട്രോളിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കൺട്രോളിംഗ് ആൾക്കാർ എന്ന് പറയാവുന്നത് ബ്ലാക്ക് റോക്കും വാൻഗാർഡൊക്കെ ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ പറഞ്ഞ കമ്പനികൾ കൂടാതെ തന്നെ ബ്ലാക്ക് റോക്കിനും വാൻഗാർഡിനും വേറെയും പല കമ്പനികളും ഒരുപാട് ഷെയർസ് ഉണ്ട്, അമേരിക്കയിൽ തന്നെ ടോപ്പ് പല കമ്പനികളും. അപ്പോൾ അതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലോൺ മസ്കിൻ്റെ ടെസ്ല ഉണ്ട്, ജോൺസൺ ആൻഡ് ജോൺസൺ ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്നി ഉണ്ട്. അങ്ങനെ പല കമ്പനികളിലും കൺട്രോളിംഗ് സ്റ്റേക്ക് ഈ വാൻഗാർഡിനും ബ്ലാക്ക് റോക്കിനും ഉണ്ട്. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് പല കമ്പനികളിലും ബ്ലാക്ക് റോക്കിനും വാൻഗാർഡിനും ഷെയർസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ടോപ്പ് ബാങ്കുകളിലൊക്കെ അവർക്ക് ഷെയർ ഉണ്ട്. ICICI ബാങ്കിൽ ബ്ലാക്ക് റോക്കിന് 5.47% ഷെയർസ് ഉണ്ട്, വാൻഗാർഡിന് 4.9% ഷെയർസ് ഉണ്ട്. HDFC ബാങ്കിൽ ബ്ലാക്ക് റോക്കിന് 4.9%, വാൻഗാർഡിന് 4.35%. അപ്പോൾ ഇതൊക്കെ ഇത്രയും വലിയ കമ്പനിയായതുകൊണ്ട് ഇതിലൊരു 4%, 5% ഷെയർസ് എന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയ നമ്പറാണ്. ആക്സിസ് ബാങ്കിൽ 3.75% ഷെയർ ബ്ലാക്ക് റോക്കിന്, വാൻഗാർഡിന് 3.2% ഷെയർ ഉണ്ട് ആക്സിസ് ബാങ്കിന്. SBIയിൽ 3.5%, വാൻഗാർഡിന് 3.1%. അതുപോലെ തന്നെ ഇൻഫോസിസിൽ ബ്ലാക്ക് റോക്കിന് 5.09% ഷെയർ, വാൻഗാർഡിന് 4.7% ഷെയർ ഉണ്ട്. TCSൽ ബ്ലാക്ക് റോക്കിന് 4.8% ഷെയർ, വാൻഗാർഡിന് 4.4% ഷെയർ. വിപ്രോയ്ക്ക് ബ്ലാക്ക് റോക്കിന് 4.2% ഷെയർ, വാൻഗാർഡിന് 3.9% ഷെയർ. റിലയൻസിൽ ബ്ലാക്ക് റോക്കിന് 4.3% ഷെയർസ് ഉണ്ട്, വാൻഗാർഡിന് 4.1% ഉണ്ട്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ ബ്ലാക്ക് റോക്കിന് 5.1% ഷെയർ ഉണ്ട്, വാൻഗാർഡിന് 4.7% ഷെയർ ഉണ്ട്. എയർടെല്ലിൽ 4.4% ഷെയർ ബ്ലാക്ക് റോക്കിന്, വാൻഗാർഡിന് 4.2% ഷെയർസ്. ഇതുകൂടാതെ തന്നെ ബ്ലാക്ക് റോക്കിനെ പറ്റി പല കോൺസ്പിറൻസി തിയറീസും ഉണ്ട്. അപ്പോൾ അതിലൊന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ യുക്രൈൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യം റഷ്യയായിട്ട് ഇത്രയും നാൾ ഫൈറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ റഷ്യയുടെയൊക്കെ ഒപ്പം നിൽക്കുകയാണ്. പലപ്പോഴും റഷ്യയുടെ അതിർത്തിയിലേക്ക് കയറി റഷ്യയിലെ പല പട്ടണങ്ങളും ഉക്രൈൻ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉക്രൈനെ കൊണ്ട് ഇത് സാധിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ അത് അമേരിക്കയുടെ സപ്പോർട്ടാണ്. അമേരിക്കയാണ് വെപ്പൺസ് കൊടുത്തതും ഫണ്ട് ചെയ്തതും. അപ്പോൾ ഈ റഷ്യ ഉക്രൈൻ വാറിന് ഉക്രൈന് മെയിനായിട്ട് ഫണ്ട് ചെയ്തത് ബ്ലാക്ക് റോക്ക് ആണ് എന്നുള്ള ഒരു കോൺസ്പിറൻസി തിയറി ഉണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസിലെ പല കീ പൊസിഷനിലും ഇരിക്കുന്നത് ബ്ലാക്ക് റോക്കിന്റെ എംപ്ലോയീസ് ആണ് എന്ന് പറഞ്ഞുള്ള ന്യൂസുകൾ പല സ്ഥലത്തും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു കോൺസ്പിറൻസി തിയറി പോലെ പല ഓൺലൈൻ ഫോറങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പോൾ പല കോൺസ്പിറൻസി തിയറികളും ബ്ലാക്ക് റോക്കിനെതിരെ വന്നപ്പോൾ ബ്ലാക്ക് റോക്കിൻ്റെ CEO ആയ ലാറി ഫിങ്ക് ഇതൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാറി ഫിങ്ക് പറയുന്നത് ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമാണ്, ഇവരുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഇവർ ഫണ്ട് സ്വരൂപിച്ചിട്ട് ഇത് പല കമ്പനികളിലേക്കും ക്ലയൻറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്
എന്നാണ് ലാറി ഫിങ്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതും അല്ലെങ്കിൽ ഈ കമ്പനികളുടെയൊക്കെ ഷെയർ ഹോൾഡ് ചെയ്യുന്നതും ഇവരുടെ ക്ലയൻ്റാണ്, ക്ലയൻറ്റിന് വേണ്ടി ഇവനാണ് ഹോൾഡ് ചെയ്യണേ എന്നാണ് ലാറി ഫിങ്കിൻ്റെ വിശദീകരണം. അങ്ങനെ പറഞ്ഞാൽ പോലും എന്തായാലും ഈ കമ്പനികളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വേൾഡിലെ തന്നെ പവർഫുൾ ആൾക്കാരാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലോകത്തിലെ എല്ലാ ഷെയർ മാർക്കറ്റുകളും നിയന്ത്രിക്കാനും അല്ലെങ്കിൽ റിസഷൻ എപ്പോൾ ഉണ്ടാക്കണമെന്നും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എപ്പോൾ ഉണ്ടാക്കണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഇന്ത്യയിലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗതി നിയന്ത്രിക്കാൻ ഇവർക്ക് പറ്റും. ഇന്ത്യയിലെ തന്നെ ടോപ്പ് കമ്പനികളിലൊക്കെ ഷെയർ ഉള്ളതുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ വരെ നിയന്ത്രിക്കാൻ ഇവരെ കൊണ്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് റോക്കിൻ്റെയും വാൻഗാർഡിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഇലുമിനാറ്റീസ് എന്ന് വിളിക്കാമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇലുമിനാറ്റി എന്ന് പറഞ്ഞ ഒരു പദപ്രയോഗമാണ്. ആ ഒരു പദപ്രയോഗം എന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവരെ ഇലുമിനാറ്റീസ് എന്ന് വിളിക്കാം. ഇത് ഓരോ ടെക്നോളജിയും കാലഘട്ടവും അനുസരിച്ചൊക്കെ ഇത് മാറി വരും. പക്ഷേ എന്തായാലും ബ്ലാക്ക് റോക്കിൻ്റെയും വാൻഗാർഡിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ലോകത്തിലെ പവർഫുൾ ആൾക്കാർ തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ വരെ തീരുമാനിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആൾക്കാർ തന്നെയാണ് ഇവരൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവരെ വേണമെങ്കിൽ നമുക്ക് ഒരു പദപ്രയോഗം എന്ന രീതിയിൽ ഇലുമിനാറ്റി എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം, അല്ലെങ്കിൽ ഇലുമിനാറ്റി എന്നൊരു കോൺസെപ്റ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയൊരു ഡിസ്കഷൻ ആവാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.